നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഇന്ന് കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിന സംഖ്യ വരുന്നത് 18,72,449ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ചിങ്ങമാസം 11ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 5ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 27ാം തീയതിയാണ്. ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. അത് ഉച്ചകഴിഞ്ഞ് 3:44 വരെയുള്ള സമയത്ത് ചതുർത്ഥി തിഥിയാണ്. കരണം വിഷ്ടികരണമാണ്. 3:44 വരെ, ഉച്ചകഴിഞ്ഞ് 3:44 വരെയാണ് വിഷ്ടികരണമുള്ളത്. നിത്യയോഗം ശുഭനാമ നിത്യയോഗമാണ്. അത് ഉച്ചയ്ക്ക് 12:34 വരെയാണ്. ഇന്ന് നാൾ ചിത്തിര നക്ഷത്രമാണ്. അത് ഇന്നും പകലും രാത്രിയും നാളെ 8:43 വരെയുള്ള സമയത്തും ചിത്തിര നക്ഷത്രം തന്നെയാണ്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെയാണ്. ഋതു വർഷ ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ബുധനാണ്. ബുധന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:42 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വൈകിട്ട് 6:32:05 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലേതാണ്. ഇതിന്റെ തെക്കോട്ടും വടക്കോട്ടും പോകുന്തോറും ഇതിന് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വരുന്നുണ്ട്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 13 മിനിറ്റ് 23 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇന്ന് രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:25 തുടങ്ങി 1:57 വരെയുള്ള സമയത്താണ്. ഗുളികകാലം 10:53 തുടങ്ങി 12:25 വരെയാണ്. യമകണ്ഠകകാലം 7:50 തുടങ്ങി രാവിലെ 9:22 അവസാനിക്കുന്നു. ഈ യമകണ്ഠകകാലം ഗുളിക രാഹുകാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള കാലമാകയാൽ ആ സമയത്ത് യാത്ര പുറപ്പെടുക അങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം, ചതയം, പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:01 തുടങ്ങി 12:23 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് വർജിച്ചിട്ട് 12:27 മുതൽക്ക് 12:49 വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ വളരെ പ്രത്യേകമായിട്ട് നടത്തേണ്ട, അന്ന് തന്നെ നടത്തേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തത്തിൽ ഒരു സുമുഹൂർത്തമായി എടുക്കാം എന്ന് ആചാര്യ സമ്മതം ഉള്ളതാണ്. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. എല്ലാ തരത്തിലുള്ള ശാന്തി കർമ്മങ്ങൾക്ക്, പൗഷ്ടികമായിട്ടുള്ള കർമ്മങ്ങൾക്കും, വാസ്തു സംബന്ധമായ കാര്യം, ശില്പ കാര്യങ്ങൾ, നൂതന ഭൂഷണങ്ങൾ, വസ്ത്രം, യജ്ഞോപവീത ധാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിത്തിര നക്ഷത്രം അനുകൂലമാണ്. ഇന്ന് തിഥി വരുന്നത് ചതുർത്ഥി തിഥിയാണ്. അത് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. യുദ്ധം, അതുപോലെ ശത്രുവധം, ബന്ധനം, വിഷം, അസ്ത്രം ഇവ സംയോജിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ഒക്കെയാണ് ചതുർത്ഥി തിഥിക്ക് നല്ലത്. ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ വർജ്യമാണ്. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകത ഉള്ളത് ഭാദ്രപദ മാസത്തിലെ വിനായക ചതുർത്ഥി എന്നറിയപ്പെടുന്ന ചതുർത്ഥിയാണ്. ഇന്ന് ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് ഗണേശവ്രതം എടുക്കുക, മറ്റ് ശുഭകർമ്മങ്ങൾക്കോ ഒന്നും പോകാതെ ഗണപതി ക്ഷേത്രത്തിൽ പോകുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്താവുന്നതാണ്. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. നമസ്കാരം.